ഇവരെ കാരാഗൃഹത്തിന് തുല്യമായ അവസ്ഥയിലാണ് ആര് വസിപ്പിച്ചിരിക്കുന്നത്? ഇവിടെ കംസൻ വസിപ്പിച്ചിരിക്കുന്നത്. കാലാന്തരത്തിൽ ദേവകിക്ക് ആദ്യത്തെ കുഞ്ഞു പിറന്നു. ആ ആദ്യത്തെ കുഞ്ഞു പിറന്ന ഉടനെ തന്നെ വസുദേവന് താൻ പറഞ്ഞ വാക്ക് അതേപടി പാലിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ നേരെ എടുത്ത് ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെ തൻ്റെ കരങ്ങളിൽ എടുത്ത് എവിടേക്ക് എത്തി? നേരെ കംസൻ്റെ അടുത്തെത്തി. കംസൻ്റെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ കൊടുത്തു. കംസന് വളരെ സന്തോഷമായി. കാരണം എന്താ? വസുദേവന് പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ് എന്നത് അവിടെ കംസന് ഒരു ഉറപ്പും കൂടെയായി. ആ കംസൻ ആ കുഞ്ഞിനെ വാങ്ങി, ആ കുഞ്ഞിനെ നോക്കി അല്പനേരം ചിന്തിച്ചിട്ട് കംസൻ ആ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു. ആ കംസൻ പറഞ്ഞത്, ആദ്യത്തെ കുഞ്ഞല്ലേ, ഒന്നാമത്തെ കുഞ്ഞല്ലല്ലോ തന്നെ വധിക്കുന്നത്, ആരാണ്? എട്ടാമത്തെ കുഞ്ഞാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊല്ലേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആ കുഞ്ഞിനെ തിരിച്ച് കൊടുത്തു. നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്ന കിട്ടിയ പാടെ കൊന്നൊന്നാണല്ല, അങ്ങനെ ഒരു സംഭവമല്ല. ആദ്യത്തെ കുഞ്ഞിനെ തിരിച്ച് കൊടുത്തു. ഇവിടെ വസുദേവർക്ക് ആദ്യത്തെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോൾ അത്ഭുതമായി. കാരണം കംസൻ താൻ വിചാരിച്ചത്ര ക്രൂരനൊന്നുമല്ല. മനസ്സിലായില്ലേ? കംസനിലും മരണഭയം കൊണ്ട് മാത്രമുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ദേവകിയോടോ തൻ്റെ കുഞ്ഞുങ്ങളോടോ ഒന്നും കംസന് ക്രൂരതയില്ലല്ലോ എന്നൊരു ആശ്വാസം കൂടി ആൾക്കുണ്ടായി, വസുദേവർക്കുണ്ടായി. ഈ ആശ്വാസത്തോടെ വസുദേവർ ആ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് തിരിച്ചു പോകുന്ന വേളയിൽ ഗർഗമുനി കണ്ടു. ഗർഗമുനി എന്ന് പറയുന്നത് ഇവരുടെ കുലഗുരുവാണ്. ആ ഗർഗാചാര്യൻ ഈ കുഞ്ഞിന് നാമകരണം കൂടി ചെയ്തു. അങ്ങനെ ആദ്യത്തെ കുഞ്ഞിനൊരു പേര് ചടങ്ങ് നടന്നു. അവിടെ വെച്ച് എന്തായിരുന്നു ആദ്യത്തെ കുഞ്ഞിൻ്റെ പേര്? ദേവകിയുടെ ആദ്യത്തെ കുഞ്ഞിയുടെ പേരെന്താ? എന്താ ദേവകിയുടെ ആദ്യത്തെ കുട്ടിയുടെ പേരെന്താ? നമ്മളിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ കേട്ടു മറക്കാൻ വേണ്ടിയിട്ടുള്ള യജ്ഞമാണോ നടന്നത്? ഇതിലേ കൂടെ കേട്ട് ഇതിലേ കൂടെ പോകും, വീണ്ടും ഇതിലേ കേൾക്കും, ഇതിലേ കൂടെ പോകും. ഇടയ്ക്ക് അടക്കൊന്നുമില്ല, അടക്കെട്ടൊന്നുമില്ല പറഞ്ഞോട്ടെ. ആ കീർത്തിമാൻ എന്നൊരു പേര് ആദ്യത്തെ കുഞ്ഞിനിട്ടു. മനസ്സിലായില്ലേ? കീർത്തിമാൻ എന്ന് നാമകരണം ചെയ്തു. അപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് പോകുന്നതിനിടയിൽ തന്നെ നാരദ മഹർഷി രംഗപ്രവേശനം ചെയ്തു. ഈ നാരദ മഹർഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഈശ്വര ആഭിമുഖ്യത്തിലുള്ള കർമ്മം പൂർത്തീകരിക്കാൻ, അത് നടത്തി കൊടുക്കാനുള്ള ഒരു ദൗത്യമാരുടേതാണ്, നാരദരാണ്. ദേവഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ജ്ഞാനിയാണ് ആര്? നാരദര്. നാരദര് വരുന്ന നേരെ കംസന്റെ അടുത്തേക്കാണ്. നാരദര് വന്ന് കംസന്റെ അടുത്തേക്ക് വന്നു. കംസനെ സംബന്ധിച്ചിടത്തോളം ഈ നാരദരൊക്കെ വളരെ പ്രിയപ്പെട്ട ആളാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നാരദർക്ക് വളരെ കൃത്യമായി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും തന്ത്രപൂർവ്വം നിൽക്കാനറിയാം. ഈ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ ആളിനെ പോലെ ചമയും. മനസ്സിലായില്ലേ? അവർക്ക് പ്രീതി ഉണ്ടാകുന്ന, പ്രിയം തോന്നുന്ന കാര്യങ്ങൾ പറയും. പറഞ്ഞിട്ട് അവരെ കൂടെ കയറിയിട്ട് അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുകയും ചെയ്യുന്നതാണ് നാരദരുടെ ഒരു ശൈലി. നാരദന് ചെന്നപ്പോൾ തന്നെ കംസൻ നാരദനെ സ്വീകരിച്ചു. അല്ലയോ മഹർഷേ, അങ്ങ് ഏറെ നാളായല്ലോ ഇവിടെ വന്നിട്ട് എന്നൊക്കെ ചോദിച്ചു. അതെ, ഞാനിങ്ങനെ ലോകത്ത് ഇങ്ങനെ സഞ്ചരിച്ച് വരവേ ചില വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇവിടെ എന്തോ ഒരു വിവാഹമൊക്കെ നടന്നു എന്നുള്ളതൊക്കെ കേട്ടല്ലോ എന്നൊക്കെ ഒന്നും അറിയാത്തതുപോലെ ആര് ചോദിച്ചു? നാരദൻ ചോദിച്ചു. കംസൻ പറഞ്ഞു, അതെ, ദേവകിയുടെ വിവാഹം നടന്നു, വളരെ മംഗളപൂർവ്വമാണ് നടന്നത്. പക്ഷേ ആ പക്ഷേക്ക് നാരദന് വിളിച്ച്, എന്താ കംസ ഒരു പക്ഷേ വന്നത്? അതേ, ഒരു പക്ഷേ എന്ന് വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചോ. പറഞ്ഞു, ദേവകിക്ക് ജനിക്കുന്ന എട്ടാമത്തെ കുട്ടി എന്നെ വധിക്കുമെന്നൊരു അശരീരി ഉണ്ടായി. നാരദനിൽ നിന്നൊക്കെ പൊട്ടിച്ചിരിച്ചു. കംസന് തന്നെ എന്തായത്? അങ്ങനെ എന്താണ് നടക്കുന്നതാണോ കംസ? നിന്നെ പോലെ ഒരു പരാക്രമിയെ വധിക്കാൻ ദേവകിക്ക് എവിടുന്നൊരു കുഞ്ഞിനെ കിട്ടാനും അതെങ്ങാണ് നിനക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് മാനസികമായി. കംസൻ പറഞ്ഞു, അല്ല, ഞാൻ സത്യമായിട്ടത് കേട്ടതാണ്. ആഹാ, അങ്ങനെ കേട്ടോ? കേട്ടു. എന്നിട്ട് പിന്നെ നീ എന്താ രക്ഷാമാർഗത്തെ കുറിച്ച് ചിന്തിച്ചത്? അത് ഞാൻ ദേവകിക്ക് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എനിക്ക് തരാമെന്ന് പറഞ്ഞത് കൊണ്ട് ദേവകിയെ അന്ന് വധിച്ചില്ല. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ തരാമെന്ന് പറഞ്ഞു. എന്നിട്ടോ ഇപ്പോൾ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. ആ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചോ? അതേ, ജനിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നതേ ഉള്ളൂ. ആര്? വസുദേവര്. എന്നിട്ട് നീ എന്ത് ചെയ്തു? അത് ആദ്യത്തേതല്ലേ, എട്ടാമനല്ലേ എന്നെ വധിക്കുന്നത്. അപ്പോൾ എനിക്കൊരു സാമാന്യതയുള്ള മര്യാദയൊക്കെ വേണ്ടേ? അതുകൊണ്ട് ആദ്യത്തെ കുഞ്ഞായതുകൊണ്ട് ഞാനത് തിരിച്ചു കൊടുത്തു. നാരദര് തലയ്ക്ക് കൈവച്ച് നേരം കംസനെ നോക്കിക്കൊണ്ടിരുന്നു.
കംസന് തോന്നി എന്തോ അപകടമുണ്ട്, പറയും പക്ഷേ പറയും. നാരദൻ തോന്നി ഞാനിനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം, വരാനുള്ളത് വരട്ടെ, അതല്ല പറയുന്നു പറഞ്ഞ് നിർബന്ധിച്ചു. ഇവിടെ എന്താ കംസന്റെ ഒരു ഉത്കണ്ഠ ഉണർത്തി. നാരദൻ പറഞ്ഞു, കംസ ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്. നിന്നോടൊരു അടുപ്പം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സമയത്ത് തന്നെ നിന്റെ അടുത്തേക്ക് ഞാൻ വന്നത്. നിന്റെ ഭാഗ്യം. മനസ്സിലായില്ലേ? കാരണം എന്താ, നാരദന് പറയാൻ പോകുന്നത് മുഴുവൻ അക്ഷരം പ്രതി ആര് കേൾക്കണം? കംസൻ കേൾക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ വന്നത് നിന്റെ ഭാഗ്യം, ഇല്ലെങ്കിൽ നിനക്ക് എന്തൊക്കെ സംഭവിക്കാതിരുന്നതാ. ഇങ്ങനൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ഒന്ന് പ്രിയം പറഞ്ഞു തുടങ്ങി നാരദരെ. അപ്പോൾ പറഞ്ഞു, എന്താണ് പക്ഷേ സംഭവം? അല്ല, ഞാൻ അറിഞ്ഞിരുന്നു ദേവകിയുടെ വിവാഹമൊക്കെ നടന്നു, എങ്കിലും നിന്റെ വാക്കുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. അങ്ങനെ അറിഞ്ഞ സമയത്ത് ഞാൻ ദേവലോകം വഴി വന്നപ്പോൾ അറിഞ്ഞത് ദേവന്മാരൊന്നും ഇപ്പോൾ അവിടെ ഇല്ലത്രേ. എന്താ കാരണം? ഈ ദേവന്മാരെല്ലാം ദേവകിയുടെ 8ാമത്തെ കുഞ്ഞ് പിറക്കുമ്പോൾ ആ കുഞ്ഞിനോടൊപ്പം ഈ ഭൂമിയിൽ വേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ യാദവന്മാരെന്ന പേരിൽ വന്ന് ജനിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ യാദവന്മാരായി ദേവാന്മാരെല്ലാവരും കൊണ്ട് ജനിച്ചിരിക്കുകയാണ്. പിന്നെയോ ദേവകിയുടെ 8ാമത്തെ കുഞ്ഞായി ജനിക്കുന്നവൻ സാധാരണക്കാരനൊന്നുമല്ല, സാക്ഷാൽ നാരായണനാണ്. നിനക്കറിയില്ലേ നാരായണന് ഇത്രയും തന്ത്രമുള്ള, ഇത്രയും കാപട്യമുള്ള, ഇത്രയും വഞ്ചന നടത്താൻ ഈ ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ ദേവന്മാരെ കൂട്ടത്തിൽ. അതാരാ? നാരായണനാണ്. മനസ്സിലല്ലേ? സദാസമയത്ത് നാരായണ മന്ത്രം ജപിക്കുന്ന നാരദനാണ് ഒരർത്ഥത്തിൽ നാരായണനെ തെള്ളി പറയുന്നതെന്ന് നമുക്ക് തോന്നും. ഇവിടെ തെള്ളി പറയുന്നതായി ഭാവിക്കുന്നതാണ്. എന്തിനാണ്? ഇവിടെ കംസനെ തന്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, ആ നാരായണനെ കുറിച്ച് നീ കേട്ടിട്ടുള്ളതല്ലേ? അവിടെ പണ്ട് ഹിരണ്യകശിപുവിനെ വധിക്കാൻ വേണ്ടി മനുഷ്യനും മൃഗവും അല്ലാത്ത രീതിയിൽ ഒരിക്കലും കയറി വരാത്ത തൂണിനകത്തൂടെ കയറി വന്നവനാണ്. അതിൽ നിന്ന് പന്നിയുടെ രൂപത്തിൽ പോയിട്ട് അവൻ അനിയനെ കൊന്നവനാണ്. മനസ്സിലായില്ലേ? പിന്നീടോ ആ മഹാബലി എന്ന നല്ല രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ദ്രന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ, ഇന്ദ്രന് വേണ്ടിയിട്ട് ദൗത്യം ഏറ്റെടുത്ത് പോയിട്ട് ആ പാവപ്പെട്ടവന്റെ രാജ്യമൊക്കെ പിടിച്ചു വാങ്ങി ദേവേന്ദ്ര പദവിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ദ്രനെ രക്ഷിച്ചവനാണ്. ഈ ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏത് വേഷവാനും കെട്ടും ഈ നാരായണനെ വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ്. പിന്നെ അത് മാത്രമല്ല, വേഷക്കെട്ടെല്ലാം ഒന്നുകൂടിയും എന്താ, ആണായി നിൽക്കുന്ന നിമിഷം കൊണ്ട് പെണ്ണായി മാറാനും എടുക്കുന്ന അമൃത് കൊണ്ടുപോകുന്ന സമയത്ത് മോഹിനി ഭാവത്തിലും വന്നല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഏറ്റവും എടുക്കലാണ്. അതുകൊണ്ട് ഏതർത്ഥത്തിൽ വരുമെന്ന് നീ വിശ്വസിക്കരുത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നീ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തത് ഉചിതമായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കേട്ടാൽ നമുക്ക് തോന്നും ഈ നാരദർക്ക് ഈ കുഞ്ഞുങ്ങളെ കൊല്ലിക്കണം എന്നൊരു ഉദ്ദേശം ഉണ്ട് അല്ലേ? ഉണ്ട്. ആ ഉദ്ദേശത്തിൽ തന്നെയാണ് വരുന്നത്. അത് പിന്നെ മറ്റു ചില തത്വങ്ങളുണ്ട് അവിടെ. അപ്പോൾ കംസൻ ചോദിച്ചു, അപ്പോൾ 8ാമനല്ലേ, 1ാമനാണ്? അപ്പോഴാണ് നാരദൻ പറയുന്നത്, കംസ നീ വീണ്ടും വിവരദോഷം പറയുന്നത്. മനസ്സിലായി? നീ അജ്ഞാനത്തിൻ്റെ രീതിയിൽ സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചതിലേക്ക് കുറേ അറിവൊക്കെ ഉണ്ടെന്നാണ്. കംസനെ ഒന്നുകൂടി എന്ത് ചെയ്തു? ഉയർത്തിക്കൊണ്ടുവന്നു. കംസൻ ചോദിച്ചു, അർത്ഥാണ് ഇങ്ങനെ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഈ ദേവന്മാർക്ക് പൊതുവിൽ അഷ്ടമൻ എന്നൊരു പേരുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ ദേവന്മാരെയും അഷ്ടമൻ എന്നൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. ആ അർത്ഥത്തിലാണെങ്കിൽ 1ാമനായാലും 2ാമനായാലും 3ാമനായാലും അഷ്ടമനാണ്. നാരായണൻ എപ്പോൾ വരുന്നില്ല, അഷ്ടമൻ എന്നാണ് പറഞ്ഞില്ലേ? അഷ്ടമപുത്രൻ എണ്ണി പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഏത് തരത്തിൽ വരുന്നതും ചിലപ്പോൾ അഷ്ടമൻ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നതെങ്കിൽ, പേരെന്നുള്ള നിലയിലാണെന്ന് പറഞ്ഞതെങ്കിൽ അഷ്ടമൻ എന്നത് 1ാമനും ആവാം. കംസനാകെ വിഭ്രാന്തിയായി. അപ്പം ചോദിച്ചു, കംസൻ ചോദിച്ചപ്പോൾ ഈ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇവനാണോ കുഴപ്പം? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇവനാവാം, ചിലപ്പോൾ എണ്ണം അനുസരിച്ചിട്ടാണ്, പേരനുസരിച്ച് ഇവനാവാം, എണ്ണം അനുസരിച്ച് നോക്കിയാൽ 8ാമത്തവനും ആവാം. അപ്പോൾ കംസൻ ചോദിച്ചു, അപ്പോൾ 1ാമത്തവനെ 8ാമത്തവനെ വധിക്കണം, ഇതാണോ അങ്ങ് പറഞ്ഞു? ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെയോ 1ാമത്തവനെ 8ാമത്തവനെയും എന്ന് മാത്രം പറയാൻ പറ്റത്തില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ 8ാമത്തവനാണ് എന്ന് വീണ്ടും കംസൻ പറയുമ്പോൾ പറഞ്ഞു 1ാമത്തവനും 8ാമത്തവനാവും. എങ്ങനെ? പേര് കൊണ്ട് മാത്രമല്ല. ഇവിടെ കംസൻ മറ്റൊരു തന്ത്രം കൂടി അവിടെ നാരദൻ പ്രയോഗിച്ചു. നാരദന് ആ കൊട്ടാരത്തിലുള്ള തൂണുകളൊക്കെ എണ്ണി ഒരു ക്ലാസ് എടുത്തു. ആർക്ക്? കംസന്.
ഇവിടെ നിന്ന് തൂണ് എണ്ണാണെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 എന്ന് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് ഇവിടെ നിന്നുകൊണ്ട് 8ാമത്തെ തൂണ് അതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയിട്ട് പറയാം ഇതാണ് 8ാമത്തെ തൂണ്. ഇത് രണ്ടും കറക്റ്റല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിന്ന് 4 അങ്ങോട്ട് എണ്ണിയിട്ട് പറഞ്ഞ് 8. കംസനോട് പറഞ്ഞ് അവിടെ നിന്ന് എണ്ണാൻ പറഞ്ഞു. കംസൻ അവിടെ നിന്ന് എണ്ണിയിട്ട് പറഞ്ഞ് 8. അപ്പോൾ രണ്ടും 8ആണ്. അപ്പോൾ 1ാമത്തവനെയും 8ാമത്തവനെയും വധിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അടുത്ത കണക്കിലേക്ക് പോയി ഒരു വൃത്തം വരച്ചു. 4 ഈ വൃത്തത്തിൻ്റെ ചുറ്റും 8 വരയും നിശ്ചിത അകലത്തിൽ. എന്നിട്ട് പറഞ്ഞ് മേലെയും എണ്ണാൻ പറഞ്ഞു. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറയുമ്പോൾ നേരെ മുകളിലത്തിൻ്റെ തൊട്ട് പുറകിലെത്തി. ഈ സൈഡിൽ നെണ്ണിയാലോ അതിൻ്റെ പുറകിൽ വരും, അടിയിൽ നെണ്ണിയാൽ അതിൻ്റെ പുറകിൽ വരും, ഇവിടെ നെണ്ണിയാൽ ഇതിൻ്റെ പുറകിൽ വരും. അങ്ങനെ നോക്കിയാൽ ഈ 8 വരയിൽ എല്ലാം 8ആണ്. മനസ്സിലായില്ലേ? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ് 8ൻ്റെ മണി കൊടുക്കുക എന്ന് പറയുന്നത് അല്ലേ? ചില പറയുന്നില്ലേ ഞാൻ അവനൊരു 8ൻ്റെ മണി കൊടുത്തു. ഇന്ന് 8ൻ്റെ മണി എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യം കണ്ടുപിടിച്ച ആൾ കംസനാണെന്ന് തോന്നി, അനുഭവിച്ച ആൾ. 8ൻ്റെ മണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ പലരും പറഞ്ഞിട്ടില്ലേ 8ൻ്റെ മണി കൊടുത്തു. എന്ത് 8ൻ്റെ മണി എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഒരിക്കലും ഊരി പുറത്ത് വരാതെ അതിനകത്ത് കാരണം. കാരണം 8 എന്ന സംഖ്യക്ക് മാത്രം അങ്ങനെ ഒരു രീതിയുണ്ട്. എങ്ങനെ എഴുതിയാലും നിർത്തലില്ലാതെ എഴുതിക്കൂടെ 2 0 എന്നുള്ള നിലയിൽ നമ്മൾ ഈ ഇടയ്ക്ക് കുറിച്ച് എഴുതുമ്പോഴാണ് 8 അങ്ങനെ ആവുന്നത്. അല്ലാതെ വേണമെങ്കിൽ 2 0 ചേർത്ത് എഴുതിയത് 8ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ പുറത്തേക്ക് തുടക്കവും ഒടുക്കവും ഇല്ലാതെ കറങ്ങുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് കംസന്റെ പുതിയ വട്ടം സൃഷ്ടിച്ചു. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട് ഈ അവസ്ഥയിലെത്തി. കംസൻ പറഞ്ഞു എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അപ്പോൾ ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം വധിക്കേണ്ടതാണ്. നേരെ കംസൻ വളരെ വേഗത്തിൽ തന്നെ വസുദേവൻ തിരികെ പോകുന്ന വസുദേവനെ തിരിച്ചു വിളിച്ചു. വസുദേവനോട് പറഞ്ഞു കുഞ്ഞിനെ തന്നേക്കാൻ പറഞ്ഞു. കുഞ്ഞിനെ മേടിച്ചു, അങ്ങ് വധിച്ചു. അതിനുശേഷം ദേവകിക്ക് ജനിക്കുന്ന 6 കുഞ്ഞുങ്ങളെയും വളരെ കൃത്യമായിട്ട് ആര് വധിച്ചു? കംസൻ വധിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് 7ാമത്തെ കുട്ടി ആയിട്ട് പിറക്കേണ്ടത് സാക്ഷാൽ അനന്തനാണ്. വിഷ്ണു വംശത്തോടു കൂടി അനന്തനാണ്. ഈ അനന്തൻ ഭഗവാന്റെ മറ്റൊരു അവതാരത്തിൽ കൂടെ ജനിച്ചിട്ടുള്ള ആളാണ്. രാമാവതാരത്തിൽ ലക്ഷ്മണനായി. ആ സമയത്ത് ഈ ലക്ഷ്മണൻ പല സമയങ്ങളിലും പെട്ടെന്ന് വികാരം കൊണ്ട് എടുത്തു ചാടാറുണ്ട്. ലക്ഷ്മണന്റെ ആവേശം പലപ്പോഴും രാമൻ പറഞ്ഞ് തണുപ്പിച്ച് ശാന്തമാക്കാറുണ്ട്. നമുക്ക് രാമായണത്തിൽ പോയാൽ കാണാൻ സാധിക്കും, ലക്ഷ്മണോപദേശങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ തന്നെ വനയാത്രയ്ക്ക് പോകാൻ വിധിക്കപ്പെട്ട രാമൻ വനത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന വേളയിൽ ലക്ഷ്മണൻ വന്ന് പറയുന്നത് എങ്ങനെയാ? ഞാൻ ദശരഥനെ പിടിച്ചു കിട്ടാം, ഭരതനെ വേണമെങ്കിൽ കൊല്ലാം. ഇതൊന്നും ഭരതനോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, പിതാവായ ദശരഥനോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. പക്ഷേ ഇവിടെ ആരോടുള്ള സ്നേഹം കൂടി? രാമനോടുള്ള സ്നേഹം കൂടി. ഇങ്ങനെയൊക്കെ പല സമയങ്ങളിലും പല തീരുമാനങ്ങളും വളരെ വേഗത്തിലായി എടുക്കാറുണ്ട് ലക്ഷ്മണൻ. ആ സമയത്തൊക്കെ രാമൻ തിരുത്തും. അപ്പൊ ലക്ഷ്മണൻ ഒരാത്മകഥം പോലെ രാമനോട് പറയും, ഞാൻ അനുജനായതുകൊണ്ടല്ലേ, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അനിയനായതുകൊണ്ടാണ്. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് വന്നാൽ, മനസ്സിലായില്ലേ? ഈ വന്നാലെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഭഗവാൻ പറഞ്ഞു അടുത്ത ജന്മം തന്നേക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അടുത്ത ജന്മത്തിൽ കൃഷ്ണ അവതാര കാലത്ത് ആ ജ്യേഷ്ഠന്റെ സ്ഥാനം ആർക്ക് കൊടുത്തു? അനന്തന് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ അനന്തൻ സംരക്ഷിക്കപ്പെടരുത്, ഇവിടെ കംസന്റെ കൈകളിൽ എത്തപ്പെടരുത്. അതുകൊണ്ട് തന്നെ ദേവകിയിൽ നിന്ന് 7ാമത്തെ കുഞ്ഞിനെ മായാദേവിയുടെ സഹായത്തോടു ഭഗവാൻ വസുദേവന് തന്നെ മറ്റൊരു പത്നിയായ രോഹിണിയിലേക്ക് മാറ്റി. അങ്ങനെ 7ാമത്തെ കുഞ്ഞ് നേരെ ദേവകിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അവിടെ പൊതുവിൽ ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്നൊരു വാർത്തയാണ് കംസനെയും മറ്റുള്ളവരും ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരവസ്ഥയുണ്ടായി. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ കൃഷ്ണൻ ദേവകിയുടെ 8ാമത്തെ പുത്രനാണോ? ആണോ? ദേവകിയുടെ 8ാമത്തെ പുത്രനാണോ? ആണോ? അല്ല, അങ്ങനെയും വരേണ്ടി വരും. കാരണം ദേവകി ആകപ്പാടെ 7 പ്രസവിക്കുന്നു അല്ലേ? അപ്പൊ ഇവിടെ കംസന് ഒരർത്ഥത്തിലും പിടികൊടുക്കാതെ, മനസ്സിലായില്ലേ, ഭ്രമിപ്പിക്കുക എന്നൊരു ലീല കൂടിയാണ് ഭഗവാനോടെ ആടിക്കൊണ്ടിരിക്കുന്നത്.
ഭഗവാന്റെ ലീല അല്ലേ, ഭഗവാന്റെ മായാലീല ആരാണ് അറിയുന്നതെന്ന് ഭീഷ്മര് ഭാഗവതത്തിന് തുടക്കത്തിൽ ശ്രദ്ധിച്ചത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഭീഷ്മര് പറയുന്നുണ്ട് പാണ്ഡവർ നോക്കി, പാണ്ഡവരാ നോക്കിയിട്ട് പറയുന്നത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും തുണയായി സാക്ഷാൽ ഭഗവാൻ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും നിങ്ങൾ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. ഭീഷ്മർ പറയുകയാണ് അതാണ് ഭഗവാന്റെ ലീല. അതറിയുന്നത് ആരൊക്കെയാണ് എന്നും കൂടി പറയുന്നത് ആ സമയത്ത് സാക്ഷാൽ കപിലനും അതുപോലെ നാരദനും, മനസ്സിലായില്ലേ, അങ്ങനെയുള്ള ആൾ മാത്രമേ ആ ലീലയെക്കുറിച്ച് പോലും അറിയുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ ലീല വളരെ വ്യത്യസ്തമാണ്. ഭഗവാൻ ഇച്ഛിക്കുന്നത് എന്താണ് എന്ന് പൂർണ്ണമായും അറിയാൻ സാധാരണ സംസാരികളായ നമുക്ക് പോലും സാധ്യമല്ല. അപ്പൊ കംസനെ അതൊന്ന് പ്രകടിപ്പിച്ചു. 7ാമത്തെ കുട്ടിയില്ല, പകരം 8ാമത്തെ ഗർഭം ധരിച്ചു. 8ാമത്തെ ഗർഭം ധരിക്കുന്നതോടുകൂടി കംസന് സംശയം 7ആണോ 8ആണോ. പക്ഷെ എങ്കിലും കംസന്റെ ഭയം കൂടി. കാരണം സാധാരണഗതിയിൽ ഗർഭവതികളാവുന്ന സമയത്ത് സ്ത്രീകൾക്ക് പൊതുവിലൊരു തളർച്ചയും വിളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടാവും അല്ലേ, ശരിയല്ലേ? അപ്പൊ ആ അവസ്ഥ ഉണ്ടാകുന്നതിന് പകരം ഇവിടെ ദേവകിയെ സംബന്ധിച്ചോളം ദേവകി വളരെ ഊർജ്ജസ്വലയായിട്ടാണ് മാറുന്നത്. ദേവകിക്ക് വിളർച്ചയല്ല, പകരം ഒരു തേജസ് വർദ്ധിച്ചു വരുന്നു. മനസ്സിലായില്ലേ? ആ ദേവകിയെ നോക്കുന്ന മാത്രയിൽ സൂര്യനെ നോക്കുന്നത് പോലെ തന്റെ കണ്ണ് കുളിക്കുന്നത് പോലൊക്കെ കംസൻ അനുഭവപ്പെട്ടു. കാരണം ദേവകിയുടെ ഉദരത്തിനുള്ളിൽ വന്നു ചേർന്നിരിക്കുന്നത് ലോകൈകനാഥനായ സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാനെ പ്രകാശിപ്പിക്കാൻ മറ്റു പ്രകാശത്തിന്റെ ആവശ്യമുണ്ടോ? അതാണ് ദേവകിയുടെ തേജസ്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന് ദൈവമേ എന്നൊരു വാക്കുകൊണ്ട് നമ്മൾ ഭഗവാനെ ശ്രദ്ധിക്കുന്നത്. ദൈവമേ എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം പ്രകാശിക്കുന്നവൻ. മനസ്സിലായില്ലേ? മറ്റൊന്നിൻ്റെയും സഹായം കൂടാതെ സ്വയം പ്രകാശിക്കുന്നവനാരാണോ അതാണ് ദൈവം എന്ന് പറയപ്പെടുന്നത്. അപ്രകാരമുള്ള പ്രകാശത്തിന്റെ സ്വരൂപമായി ആര് മാറി? ദേവകി മാറി. അങ്ങനെയുള്ള ദേവകിയുടെ ആ പ്രകാശ സ്വരൂപം കണ്ടറിയുന്ന ആ കംസനാകട്ടെ തൻ്റെ ഭയം വർദ്ധിച്ചു വന്നതുകൊണ്ട് അവിടെ ദേവകിയുടെയും വസുദേവരുടെയും കൈകാലുകൾ ബന്ധിച്ചു. മനസ്സിലായി? അതുവരെ ആ ബന്ധനം ഉണ്ടായിരുന്നില്ല. കൈകാലുകൾ ബന്ധിച്ചു. അതുപോലെ കാരാഗൃഹത്തിനുള്ളിലേക്കാക്കി. അതുവരെ കാരാഗൃഹ സമാനമായിരുന്നു. ഇപ്പോഴാണ് പൂർണ്ണമായി അവിടെ എത്തിയത്. കാരാഗൃഹത്തിനുള്ളിലേക്ക് എത്തപ്പെട്ടു. ആ കാരാഗൃഹത്തിൽ എല്ലാ തരത്തിലും ബന്ധനങ്ങളാക്കി. ആ കാരാഗൃഹത്തിന് ചുറ്റും അതിശക്തന്മാരായ ആൾക്കാരെ കാവലാളായി നിർത്തി. മനസ്സിലായില്ലേ? ഇപ്രകാരമുള്ള ബന്ധവസ്തുക്കളെല്ലാം തയ്യാറാക്കി. അവിടെ ദേവകിയുടെ 8ാമത്തെ കുഞ്ഞ് പിറക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവിടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കംസൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അപ്രകാരം ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഇതിനിടയിൽ വെച്ച് നമുക്ക് ഈ നാരദര് വന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു കർമ്മം ചെയ്തതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഞാനത് വിട്ടു, അല്ലെങ്കിൽ പിന്നെ അത് നമ്മുടെ ഉള്ളിൽ ഒരു സംശയമായിട്ട് കിടക്കും. ഭാഗവത്തിൽ മറുപടി പറയുന്നുള്ളത് ഏറ്റവും അവസാനമാണ്. പക്ഷേ അവസാനത്തെ ദിവസം ആവുമ്പോൾ ചിലപ്പോൾ അതൊന്നും പറയാനുള്ള സമയവും നമുക്ക് അങ്ങനെ കിട്ടിയില്ലാന്ന് വരും. അതുകൊണ്ടിപ്പോൾ ചേർത്ത് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ദേവകിയുടെ ഈ 6 മക്കളെയും വധിക്കുവാൻ കാരണക്കാരനായി നാരദന് മാറിയെന്ന് ചോദിച്ചാൽ, ഈ 6 മക്കളായിട്ട് ജനിച്ചത് ബ്രഹ്മാവിൻ്റെ പുത്രനായ മരീചിയുടെ മക്കളാണ്. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് മരീചി. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നാരദരുടെ സ്വന്തം സഹോദരന്റെ മക്കളാണ്. നാരദരാണ് ബ്രഹ്മപുത്രനാണ്. മനസ്സിലായില്ലേ? ഈ മരീചിയുടെ മക്കള് ഒരിക്കൽ ബ്രഹ്മദേവൻ മരീചിയുടെ ഗൃഹത്തിലേക്ക് വന്നപ്പോൾ ആ ബ്രഹ്മദേവനെ ഒന്ന് പരിഹസിച്ച് കളിയാക്കി. മനസ്സിലായില്ലേ? അപ്പോൾ ബന്ധുക്കളാണെങ്കിലും മക്കളാണെങ്കിലും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ബഹുമാനിക്കേണ്ടവരെ തമാശയ്ക്ക് പോലും പരിഹസിക്കാൻ പാടില്ല. ആ പരിഹസിച്ചതിൻ്റെ ഫലമായി ഏതൊരു കർമ്മം ചെയ്താലും ആ കർമ്മം ചെയ്യുന്നവരാരാണെങ്കിലും അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള ഒരു ശാസ്ത്രം നമ്മൾ മുമ്പേ പലപ്പോഴും പറഞ്ഞല്ലോ അല്ലേ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം താൻ തന്നെ അനുഭവിച്ചിടും എന്നേ വരും എന്നതുപോലെ ആ കർമ്മഫലം എന്ന നിലയിൽ അവിടെ ഈ ബ്രഹ്മദേവൻ എന്നൊരു ശാപമുണ്ടായി. നേരെ 3 ജന്മം പിറക്കേണ്ടി വരട്ടെ എന്ന് ശപിച്ചു. ഈ 3 ജന്മത്തിൽ ആദ്യത്തെ ജന്മം ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായി പ്രഹ്ലാദന്റെ സഹോദരന്മാരായി ഇവർ ജനിച്ചു. 2ാമത്തെ ജന്മം ഇവർ കാലനേമിയുടെ പുത്രന്മാരായി ജനിച്ചു രാമാവതാര കാലഘട്ടത്ത്. 3ാമതാണ് ഇവർ എവിടെ എത്തുന്നത്? ഇവിടെ ഭഗവാന്റെ സഹോദരന്മാരായി ജനിക്കുന്നത്.
അപ്പോൾ 3 ജന്മത്തിൽ 2 ജന്മം അവർ ജനിച്ചു, ദീർഘകാലം ജീവിച്ചു. 3ാമത്തെ ജന്മത്തിൽ ഇവരെ ദീർഘകാലം ജീവിക്കാതെ തന്നെ ഇവരെ മോക്ഷഗതിയിലേക്ക് അയക്കാൻ, ഇവരെ അയക്കാൻ വേണ്ടി മരീചിയുടെ അടുത്തേക്ക് ശാപത്തിൽ നിന്ന് മുക്തനാക്കാൻ ഭഗവാൻ എന്ത് ചെയ്യാണ്? ജനിച്ച ഉടനെ തന്നെ വധിപ്പിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ ജീവിച്ചനുഭവിക്കേണ്ട വേദന ഒറ്റയടിക്ക് കൊടുക്കും. മനസ്സിലായില്ലേ? എല്ലാം കൂടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഉണ്ടല്ലോ, നമ്മൾ ഈ ബാങ്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടത്തി നേരെ 6 പേരെയും മുക്തരാക്കി. അതാണ് ഈ 6 പേരെ നാളെ വന്ന് ഇവിടെ നിന്ന് മുക്തരാക്കുന്നതിൻ്റെ തത്വം. ഇവിടെ ആ രീതിയിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 8ാമത്തെ പുത്രൻ അവൻ ജനിക്കുന്നതിന് വളരെ ഭയാശങ്കയോടെ കംസൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ കാവലൊക്കെ ഏർപ്പാട് ചെയ്ത് കംസൻ ഇങ്ങനെ തൻ്റെ മരണത്തിൻ്റെ ഭയത്തിൻ്റെ മൂർധന്യത്തിലേക്ക് ആരെത്തിയിട്ടുണ്ട്. കംസനെത്തി. ഇതേ സമയത്ത് തന്നെ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ മായാദേവിയോട് അമ്പാടി എന്ന് പറയുന്ന ദേശത്ത് അവിടുത്തെ നാട്ടുരാജാവായ നന്ദഗോപരുടെ മകളായി പിറക്കാൻ ആവശ്യപ്പെട്ടു. യശോദയ്ക്ക് കുഞ്ഞായി മായാദേവത ചെന്നു ചേരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ മായാദേവി യശോദയുടെ ഉദരത്തിൽ ഗർഭമായി പ്രവേശിച്ചു. ഈ സമയത്ത് തന്നെ ഭഗവാൻ നേരെ ഇവിടെ എത്തി. ഇവിടെ ദേവകിയിലേക്ക് ബന്ധപ്പെട്ടു. ഇവിടെ ദേവകിക്ക് ചില ആശങ്കകളുണ്ട്. കാരണം എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ ഒന്നിനോട് പുറകെ ഒന്നായി മരിക്കുമ്പോൾ അതിലെയൊക്കെ മാനസികമായ സമ്മർദ്ദമായിക്കൊണ്ട് ദേവകിക്കുണ്ട്. അതും തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സഹോദരൻ തന്നെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു വലിയ വിഷമമാർക്കുണ്ട് ദേവകിക്ക് ഉണ്ട്. ഈ അവസ്ഥയിൽ ഇവിടെ ദേവകിയുടെ മാനസികമായ വിഷമത്തെ പരിഹരിക്കാൻ ബ്രഹ്മാദി ദേവന്മാര് ദേവകിക്ക് ദർശനം കൊടുത്തു. അവര് പറഞ്ഞു, സാക്ഷാൽ നാരായണനാണ് ഉദരത്തിൽ വന്നിരിക്കുന്നത്, ഇനി യാതൊരു ടെൻഷനും ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാനസികമായ ഉന്മേഷം കൂടി ആർക്ക് പകർന്നു? ദേവകിക്കും വസുദേവർക്കും പകർന്നു. ഇവിടെ വസുദേവരും ദേവകിയോട് പറഞ്ഞു, ഇവിടെ വന്നു പിറന്നിരിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാൻ വന്നു പിറന്നിരിക്കുന്നതായിട്ടാണ് ഈ ലക്ഷണങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഭയാശങ്കകൾ വേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ പത്നിയായ ദേവകിയെ ഇവിടെ വസുദേവര് ആശ്വസിപ്പിച്ചു. അങ്ങനെ ഏതാണ്ട് 10 മാസക്കാലം, നമ്മുടെ കണക്കൊക്കെ പറഞ്ഞാൽ 10 മാസക്കാലം. ഈ കാലം പറഞ്ഞിട്ട് നമ്മളൊക്കെ വീടുകളിൽ മക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന അമ്മമാർ ഏതെങ്കിലും കാര്യം വരുമ്പോൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന 10 മാസം ചുമന്നാണ് കഷ്ടപ്പെട്ട് പിന്നെ ഇത് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പിടികിട്ടാത്തവനും പിടിതരും. ബ്ലാക്ക്മെയിലിന് വേണ്ടി അമ്മമാർ സ്ഥിരം കൊണ്ട് നടക്കുന്ന ഒരു തന്ത്രമാണിത് അല്ലേ? തന്ത്രമല്ല, എന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു തന്ത്രമായി അമ്മമാർ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന വജ്രായുധമായിട്ട് ആവശ്യാനുസരണം. അപ്പൊ ഇവിടെയും ആ 10 മാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തപ്പെട്ടു. അപ്പൊ ഇവിടെ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയിലോ അവിടെ അർദ്ധരാത്രിയിലോ നേരെ ഭഗവാൻ ജന്മമെടുക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയിലോ ഇവിടെ കംസന്റെ കാലാമൃഗത്തില് അവിടെ ഈ കാവൽ നിന്നവരെല്ലാം ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായി മയങ്ങി. അതുപോലെ തന്നെ കാലാമൃഗത്തിന്റെ വാതിലുകളെല്ലാം സ്വയം തുറക്കപ്പെട്ടു. കൈകാലുകളിൽ ബന്ധിച്ചിരുന്ന ആ വിലങ്ങുകളെല്ലാം അഴിക്കപ്പെട്ടു. കാരണം എന്താ? എല്ലാ ബന്ധനങ്ങളെയും വിമോചനം നടത്തുന്ന എല്ലാ ബന്ധനങ്ങളെയും ഇല്ലാതാക്കുന്ന, എല്ലാ പെട്ടുകളെയും പൊട്ടിക്കുന്ന ആ ഭഗവാനാണ്. ഭഗവാനെ ആശ്രയിച്ചല്ലേ നമ്മളും ഈ വിലങ്ങുകളിൽ നിന്നെല്ലാം ജീവിതത്തിൽ മുക്തരാവുന്നത്. കെട്ടുകളായിരുന്ന ഗർഭം പുരുഷന് കെട്ടുകളൊക്കെ മുക്തി വരൂ ദൃഢം. ആരെ ആശ്രയിക്കണം? ഭഗവാനെ ആശ്രയിച്ച് ആ കെട്ടുകളൊക്കെ അറ്റുപോകണം. ജീവിതമാകുന്ന കർമ്മബന്ധങ്ങൾ മനസ്സിലായില്ലേ? അത് ഈ പറഞ്ഞ പുറമെ ഇട്ടിരിക്കുന്ന വിലങ്ങിനേക്കാളും ശക്തമാണ് കർമ്മബന്ധങ്ങൾ. ശരിയല്ലേ? പുറമെ ഇട്ടിരിക്കുന്ന വിലങ്ങ് നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് പൊട്ടിക്കാം. പക്ഷേ നമ്മൾ സ്വയം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കർമ്മബന്ധങ്ങളും മതം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബന്ധങ്ങളും പൊട്ടിക്കാൻ ഏതെങ്കിലും പുറമെയുള്ള കട്ട് വെച്ച് പൊട്ടിക്കാൻ പറ്റുന്നതാണോ? അത് പൊട്ടിക്കണമെങ്കിൽ ഈശ്വരനെ തന്നെ ആശ്രയിച്ച് സ്വയം പരിശ്രമിച്ച് മാത്രം നീക്കേണ്ട ഒന്നാണ്. മനസ്സിലായില്ലേ? അതുവരെ നീക്കിത്തരുന്ന ഭഗവാനെ സംബന്ധിച്ചോളം പുറമേയുള്ള ബന്ധനങ്ങൾ വല്ലതും പ്രശ്നമാണോ? അല്ല, അതെല്ലാം സ്വയം മാറി. അങ്ങനെയുള്ള ബന്ധനങ്ങളൊക്കെ മാറി. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നി കെട്ടുകാരായത് കർമ്മം പുരുഷനല്ലേ, ഇപ്പൊ സ്ത്രീകളെ പെടന്നില്ലല്ലോ അല്ലേ? പെടുവോ? പുരുഷന്മാർ മാത്രം പെട്ടാൽ പോലെ ഇപ്പൊ സ്ത്രീകൾ പെടത്തില്ലല്ലോ.
ഇവിടെ പുരുഷൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മളിവിടെ സങ്കല്പിക്കുമ്പോൾ, ഇവിടെ ചിന്തിക്കുമ്പോൾ പുരുവിൽ വസിക്കുന്ന സർവ്വജീവികളും പുരുഷനാണ്. പുരു എന്ന് പറഞ്ഞാൽ ശരീരം, മനസ്സിലായില്ലേ? ഇവിടെ ആണും പെണ്ണും എന്നുള്ള ഭാവ വ്യത്യാസം എവിടെ ഇല്ല, ഇവിടെ ഇല്ല. സർവ്വജീവനും പുരുഷനാണ്. പുരുവിൽ വസിക്കുന്നതോടുകൂടി പുരുഷനാണ്. അങ്ങനെ നോക്കിയാൽ മനുഷ്യൻ മാത്രമല്ല പുരുഷനിൽപ്പെടുന്നത്, പട്ടിയും പൂച്ചയും മൃഗവും എല്ലാം ജീവൻ ശരീരമുണ്ടോ അതെല്ലാം പുരുഷനാണ്. ആ അർത്ഥം എടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ആ ബന്ധങ്ങളെല്ലാം കഴിഞ്ഞു. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയിൽ എല്ലാ ഗ്രഹങ്ങളും ശുഭസ്ഥായിയായി നിൽക്കുന്ന സമയത്ത് വളരെ വർഷമായ മഴയും ഒക്കെ ഇടിയും മിന്നലും ഒക്കെ വന്നു ചേർന്നു. ആ ഭഗവാന്റെ ആ ജന്മ അവതാര ആ സമയം മുഹൂർത്തമെടുത്തു. ആ അർദ്ധരാത്രിയിൽ ഭഗവാൻ നേരെ അവിടെ ആ കലാമൃഗത്തിനുള്ള ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജന്മമെടുത്തു. ജന്മമെടുത്ത വേളയിൽ തന്നെ ഭഗവാൻ ശംഖചക്ര കലാപത്മധാരിയായ സ്വരൂപത്തെ കാട്ടി തന്റെ മാതാപിതാക്കളുടെ ആശങ്കയെല്ലാം അകറ്റി അവിടെ ആ നാരായണ രൂപത്തെ കാട്ടിക്കൊടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, കൃഷ്ണരൂപം അല്ല പരമം. ഏത് രൂപമാണ്? നാരായണ രൂപമാണ്. കൃഷ്ണരൂപം എന്ന് പറഞ്ഞാലോ ഇവിടെ ഒരു അവതാര ദൗത്യത്തിന് വേണ്ടി എടുത്തതും ആ അവതാര ദൗത്യം പൂർണ്ണമാകുമ്പോൾ അത് മായ്ക്കപ്പെടുന്നതുമാണ്, ഇല്ലാതാക്കപ്പെടുന്നതും ആണ്. മനസ്സിലാവുന്നു? അപ്പൊ ആ രീതിയിൽ ആ നാരായണ സ്വരൂപത്തെ കാട്ടിക്കൊടുത്തു. ആ നാരായണ രൂപത്തെ കണ്ട് ആനന്ദത്തോടുകൂടി ദേവകി അവിടെ ആ ഭഗവാനെ സ്തുതിച്ചു. അനന്തമാദ്യം അവ്യക്തം രാഹുലൗവേയം. അനന്തമാദ്യമാണ്, അവ്യക്തമാണ്. ഇവിടെ ആ ദേവകിയുടെ സ്തുതിയിൽ നിന്ന് യഥാർത്ഥ ഭഗവാന്റെ സ്വരൂപം നമ്മൾ പഠിക്കണം. മനസ്സിലായില്ലേ? ഇവിടെയാണ് രൂപഭാവങ്ങൾക്കെല്ലാം അതീതനായ അദ്വൈത ദർശനത്തിലേക്ക് ഭഗവാനെ കാണാൻ സജ്ജനങ്ങളെ ഭാഗവതം ഉയർത്തുന്നത്. ദേവകി പോലും തന്റെ കുഞ്ഞായി പിറന്ന ആ ഭഗവാനെ നോക്കിക്കൊണ്ട് പറയുകയാണ് അനന്തമാദ്യം, ആദ്യാന്തമില്ലാത്ത. അതുകൊണ്ട് അവ്യക്തനാണ് യഥാർത്ഥത്തിൽ അങ്ങ്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഈശ്വരൻ വ്യക്തനല്ല, അവ്യക്തനാണ്. പക്ഷേ കാരുണ്യം കൊണ്ട്, അങ്ങയുടെ കാരുണ്യം കൊണ്ട് വ്യക്തമായി ഒരു രൂപത്തെ ചമച്ചു കാട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആരോട് കാരുണ്യം കൊണ്ട്? നമ്മളോട് കാരുണ്യം കൊണ്ട്. കാരണം എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അവ്യക്തമായ ഭാവത്തിൽ ഭഗവാനെ അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് അറിയാനുള്ള പാകമായി, മനസ്സിലായില്ലേ, ഭഗവാൻ ഒരു രൂപത്തെ നമ്മുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ രൂപം മാത്രമാണ് ഭഗവാൻ എന്ന് വിശ്വസിക്കുന്നത്. അനന്തമാദ്യം അവ്യക്തം പ്രാഹുരവ്യയം. എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. പിന്നെയോ അധ്യാത്മ പ്രദീപികം. അതുകൊണ്ട് ഭഗവാനെ കിട്ടില്ല എന്ന് വിഷമിക്കണ്ട. എന്താണ്? അധ്യാത്മ പ്രദീപകമാണ്, എല്ലാവരുടെ ഉള്ളിൽ ജ്വലിക്കുന്നതുമാണ്. അതിന്റെ അർത്ഥം ഈ അനന്തമായ ആദ്യാന്തരഹിതമായ സാക്ഷാൽ ഭഗവാനെ അറിയാൻ നമുക്കുള്ള ഏക വഴി അവനവന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ഈശ്വരാംശത്തെ അറിയുക. മനസ്സിലായില്ലേ? അവനവനിലൂടെയാണ് ഈശ്വരനെ നേടേണ്ടത്. ഇതാണ് പച്ചയായ ഭാഷയിൽ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലേ? നമ്മുടെ എല്ലാ ദർശനത്തിൻ്റെയും കൊള്ളുന്നത് തന്നെയാണ് അവനവന്റെ ഉള്ളിലൂടെ ഈശ്വരനെ അറിയുക. അതുകൊണ്ടാണ് അധ്യാത്മ പ്രദീപകം എന്നുകൂടി അവിടെ സൂചിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ശിശുഭാവത്തിലാണ് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ആര് പറഞ്ഞു? ദേവകിയും വസുദേവനും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭഗവാൻ ആ ശംഖചക്ര കലാപത്മധാരിയായ ഭാവത്തെ വെടിഞ്ഞ് വളരെ ശിശുഭാവത്തിലേക്ക് എത്തപ്പെട്ടു. അങ്ങനെ എത്തപ്പെടുന്നതോടുകൂടി ഭഗവാൻ തന്നെ ഉണർത്തിച്ചു, തന്നെ ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. എവിടേക്ക്? അവിടെ അമ്പാടിയിലേക്ക് എത്തിക്കണം. ആ അമ്പാടിയിൽ ഇതേ സമയത്ത് യശോദയ്ക്ക് ഒരു കുഞ്ഞു പിറന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ചിങ്ങമാസത്തിലെ അഷ്ടമിയിൽ യഥാർത്ഥത്തിൽ ഭഗവാൻ മാത്രമല്ല പിറന്നിട്ടുള്ളത്. ആ അഷ്ടമി രോഹിണി യഥാർത്ഥത്തിൽ മറുഭാഗത്ത് യശോദയുടെ ഒരു കുഞ്ഞ് ഇതേ മുഹൂർത്തത്തിൽ തന്നെയാണ് ജനിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരികയും തന്നെ ഇവിടെ നിന്ന് അവിടേക്ക് എത്തിക്കുകയും വേണം എന്നുകൂടി ഭഗവാൻ ഉണർത്തിച്ചു. അപ്പൊ അതിന് പ്രകാരം ശിശുഭാവത്തിലേക്ക് എത്തപ്പെട്ട ഭഗവാനെ ഒരു കൂടയിലേക്ക് എടുത്തുകൊണ്ട് ആ തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നത് കൊണ്ട് വസുദേവർക്ക് വളരെ സുഗമമായി എവിടേക്ക് പോകാൻ സാധിച്ചു? അമ്പാടിയിലേക്ക് പോകാൻ സാധിച്ചു. അമ്പാടിയിലേക്ക് പോകുന്ന മധ്യേ യമുനാ നദി തീരം കടന്നിട്ടാണ് പോകുന്നത്. യമുനയെ ക്രോസ് ചെയ്ത് വേണം, യമുനയുടെ മറുകരയിലേക്കാണ് അമ്പാടി. ആ യമുനാ തീരത്തിലൂടെ കടന്നു പോകുന്നത് വളരെ മനോഹരമായിട്ട്
വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ആ യമുനയുടെ തീരത്തേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകത, ഇവിടെ യമുന എന്ന് പറയുന്നത് ദേവനദിയാണ്. ആ യമുനയും ഗംഗയും ദേവനദിയാണ്. നമുക്ക് 9ാമത്തെ സ്കന്ധത്തിൽ ഗംഗാനദി ഭൂമിയിലേക്ക് വന്ന ഒരു ചരിത്രം പാരായണം ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അവിടെ ഭഗീരഥന്റെ പ്രയത്നവും ഗംഗ ഭൂമിയിലേക്ക് വന്നതും സാഗരപുത്രന്മാർക്ക് മോക്ഷം കൊടുത്തതുമൊക്കെ. അങ്ങനെ ഗംഗാനദി ഭൂമിയിലേക്ക് പോയി. അന്നുതൊട്ട് യമുനാദേവി ഇടയ്ക്കിടയ്ക്ക് ഭഗവാനോട് ചോദിക്കും, ഭഗവാനെ ഗംഗയ്ക്ക് ഈ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി അങ്ങ് കൂട്ടിക്കൊണ്ട് പോയല്ലോ, പറഞ്ഞു വിട്ടല്ലോ, എന്നാൽ മാത്രം എന്താ ഇട്ടിട്ടേക്കുന്നത്, എനിക്കും കൂടി ഇടയ്ക്ക് ഒരു ടൂറിനൊക്കെ പോകണം എന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, കൃഷ്ണാവതാര കാലത്ത് എൻ്റെ സർവ്വലീലകളും കാണാനുള്ള ആനന്ദത്തോടു കൂടി നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ അവതാരം പ്രതീക്ഷിച്ച്, മനസ്സിലായില്ലേ, ദേവകിയുടെ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഒരു തപസ്വിനിയെ പോലെ വന്ന് മധുരയിലൂടെ ഒഴുകിക്കൊണ്ട് നടക്കുന്ന നദിയാണ് ഇത്, യമുനാ നദി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൂടയിൽ കൊണ്ടുവരുന്ന ഈ കുട്ടി താൻ പ്രതീക്ഷിക്കുന്ന ആ സാക്ഷാൽ നാരായണൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ആ ഭക്തയായ യമുന ഈ ഭഗവാനെയും കൊണ്ട് ഈ വസുദേവര് ആ യമുനാ നദി കയറുമ്പോൾ ആദ്യം ഇതിന്റെ വെള്ളത്തെ ഉയർത്തി. ഈ വെള്ളം ഉയർന്ന് പൊങ്ങാൻ തുടങ്ങിയപ്പോൾ വസുദേവർക്ക് തോന്നി ഇത് തന്നെയും കുഞ്ഞിനെയും കൂടി അപകടത്തിൽപ്പെടുത്തു പോകുന്നു. അപ്പോൾ വസുദേവരുടെ ആപത്ത് മനസ്സിലാക്കിയ ഭഗവാൻ തന്റെ പാദം ആ കൂടയിൽ നിന്ന് പുറത്തേക്കൊന്ന് നീട്ടിക്കൊടുത്തു. ഈ സമയത്ത് യമുനയിൽ നിന്ന് ഉയർന്നു തെറിച്ച ജലത്തുള്ളി ഭഗവാന്റെ പാദത്തിൽ ഒന്ന് സ്പർശിച്ച് ആ ജലത്തിലേക്ക് വീണപ്പോൾ യമുനയ്ക്ക് മനസ്സിലായി ഇത് ഭഗവാൻ തന്നെയാണ്. കാരണം എന്താ, ഭഗവാന്റെ പാദം നമിച്ചു യമുന. അതോടുകൂടി യമുന താലമേന്തി നിൽക്കുന്ന വനിതകളെ പോലെ ഇരുഭാഗത്തായിട്ട് ഒഴിഞ്ഞു വഴിമാറി കൊടുത്തു. അങ്ങനെ ഭഗവാനെ വരവേറ്റു. പ്രകൃതി പോലും ഭഗവാനെ വരവേറ്റു. മനസ്സിലായില്ലേ? പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച പഞ്ചപ്രാണ സ്വരൂപനായ സാക്ഷാൽ ഭഗവാനെ അനന്തൻ കുടയായി മാറി. അപ്രകാരം ഭഗവാനെ നേരെ കൊണ്ടുപോയി യശോദയുടെ ഗൃഹത്തിലെത്തി. പ്രസവകാലത്ത് തന്നെ യശോദ മയങ്ങിപ്പോയി. ജനിച്ചതാണോ പെണ്ണാണോ എന്നൊന്നും അറിഞ്ഞിട്ടില്ല. ആ യശോദയെ എടുത്ത് തന്റെ കുഞ്ഞിനെ കിടത്തി. പകരം യശോദയുടെ കുഞ്ഞിനെ എടുത്ത് നേരെ തിരികെ എവിടെ എത്തി? നേരെ കംസന്റെ കാരാഗൃഹത്തിലെത്തി. എത്തിയതോടുകൂടി പഴയ ബന്ധനങ്ങളെല്ലാം അതേപടിയായി. കാരണം വന്നത് മായാദേവിയാണ്, പോയതോ ജ്ഞാനസ്വരൂപനാണ്. മനസ്സിലായില്ലേ? ജ്ഞാനസ്വരൂപം വന്നപ്പോൾ ബന്ധനങ്ങൾ മാറി, മായ തിരിച്ചു വന്നപ്പോൾ സർവ്വബന്ധനങ്ങൾ. അപ്പം ബന്ധനങ്ങൾ മായ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് ജീവിതത്തിലെന്ന് നമുക്ക് മനസ്സിലാക്കാം. മായാദേവതയാണല്ലോ വന്ന് ആ ബന്ധനങ്ങളൊക്കെ വന്നു. അതോടുകൂടി അത് ഉറങ്ങിക്കിടന്നിരുന്ന ആൾക്കാരൊക്കെ ചാടി ഉണർന്നു. അകത്ത് നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. വളരെ വേഗത്തിൽ ഒരു കംസന്റെ അടുത്തേക്ക് ചെന്നു. സാധാരണ കംസന്റെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുകൊടുക്കുകയാണ് പതിവ്. അങ്ങോട്ട് കൊണ്ടുകൊടുക്കാൻ പോലും കാത്തു നിൽക്കാതെ കംസൻ, കാരണം എട്ടാമനാണ് എന്നുള്ള ഭയം കൊണ്ട് കംസൻ വളരെ വേഗത്തിലേക്ക് ഓടി. എവിടേക്ക് എത്തി? ഈ കാരാഗൃഹത്തിലേക്ക് തന്നെ ഇങ്ങോട്ട് വന്നു. കംസൻ ആദ്യമായിട്ടാണ് കാരാഗൃഹത്തിലേക്ക് തിരക്കി വരുന്നത്. മനസ്സിലായില്ലേ? കംസൻ അവിടെ വന്ന സമയത്ത് അതുവരെയുള്ള കുഞ്ഞുങ്ങളെല്ലാം എടുത്തു കൊടുത്തത് വസുദേവനാണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കംസന്റെ കൈകളിലേക്ക് കുഞ്ഞിനെ എടുത്തു കൊടുത്തത് ദേവകിയാണ്. ഇവിടെ എന്തിനാണ് ദേവകി കുഞ്ഞിനെ എടുത്തു കൊടുത്തതെന്ന് എടുത്തു പറയാനുള്ള കാരണം, ഇവിടെ കംസൻ ഒരു പക്ഷേ ഒരു മനസ്സലിവ് തോന്നുന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, അതിനുള്ള അവസരം കൂടി ഭഗവാൻ കൊടുക്കുകയാണ്. കാരണം ദേവകിയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സഹോദരിയായ ദേവകി ആ നിറപിടികളോടെ കുഞ്ഞിനെ എടുത്തു കൊടുക്കുമ്പോൾ ആ കുഞ്ഞിനെ കുറിച്ചോർത്തിട്ടല്ല, ആ സഹോദരിയോടുള്ള സ്നേഹമുണ്ടെങ്കിലും കംസന് തൻ്റെ തെറ്റ് തിരുത്താൻ, മനസ്സിലായില്ലേ, ഏതൊരു ദുഷ്കർമ്മിക്കും തെറ്റുകൾ തിരുത്താൻ ഈശ്വരൻ പല പല അവസരങ്ങൾ കൊടുക്കും. പക്ഷേ വിനാശകാലെ ബുദ്ധി വിപരീതമായതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ ആർക്ക് സാധിക്കില്ല, അജ്ഞാനികൾക്ക് സാധിക്കാറില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. ഇവിടെ ആ കുഞ്ഞിനെ കൊടുക്കുന്ന മാത്രമേ ദേവകി കൊടുക്കൽ മാത്രമല്ല ചെയ്യുന്നത്. ദേവകി കംസനോട് സംസാരിച്ചു, ഇതൊരു പെൺകുഞ്ഞല്ലേ, ഇവിടെ എനിക്ക് തന്നൂടെ, അങ്ങേ വധിക്കുമെന്ന് പറഞ്ഞത് ആൺകുഞ്ഞല്ലേ, ഇത് ഒരു പെൺകുഞ്ഞല്ലേ. ഈ ചോദ്യത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ആൺകുഞ്ഞല്ലല്ലോ, ഒരു പെൺകുഞ്ഞാണ്, ഇത് തനിക്ക് തന്നൂടെ എന്നുള്ള ചോദ്യം കംസന്റെ മനസ്സിനെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയോ, ഇത് തന്നോടെന്ന് ചോദിക്കുന്നതിന് ഇത് എട്ടാമനാണോ എന്നൊരു ഉറപ്പില്ലല്ലോ കംസ. കാരണം 7ാമത്തെ പ്രസവം ഞാൻ നടത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് 7ാമനെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും ഈ കുഞ്ഞിനെ തിരിച്ചു കൊടുത്താൽ കംസ നിനക്ക് രക്ഷപ്പെടാനൊരു അവസരം, ദേവകിയുടെ കാരുണ്യമാണ്, മനസ്സിലായില്ലേ, നിനക്ക് രക്ഷപ്പെടാനൊരു അവസരം അവിടെ ദേവകി ഒരുക്കി കൊടുക്കുകയാണ്.
പിന്നെയോ ഇവിടെ ദേവകിക്ക് മറ്റൊരു മനസ്താപമുണ്ട്. തൻ്റെ കുഞ്ഞിന് പകരം മറ്റൊരു അമ്മയുടെ കുഞ്ഞിനെയാണ് താനെടുത്ത് നീട്ടുന്നത്. അപ്പൊ ആ കുഞ്ഞിനെ വെറുതെ ഒന്ന് കൊടുക്കുന്നതിന് പകരം രക്ഷിക്കാനൊരു മാർഗം ഉപായമുണ്ടെങ്കിൽ അതും ആര് തേടുന്നു? ദേവകി തേടുന്നു. പക്ഷെ കംസന്റെ മനസ്സിലുള്ള ചിന്ത എന്താ? ദേവകിയുടെ 8ാമത്തെ കുഞ്ഞ് അല്ലേ, നാരദൻ പറഞ്ഞ പ്രകാരം എല്ലാ കുഞ്ഞുങ്ങളെയും ഭയക്കണം. പിന്നെയോ ഇവിടെ നാരദൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഏറ്റവും അവസാനം, മോഹിനി ഭാവത്തിൽ ആണായി വന്നവൻ പെണ്ണായി പോയി. അപ്പൊ പെണ്ണായി വരുന്നവൻ ആണാവാൻ വല്ല പ്രയാസമുണ്ടോ? അങ്ങനെയും സംഭവിക്കാം. നാരദര് പറഞ്ഞിട്ട് പോയത് അങ്ങനെയാണല്ലേ. ആണായിരുന്നവൻ നിമിഷം കൊണ്ട് പെണ്ണായി പോയവൻ വരെയാണ് നാരായണൻ. നാരായണിയാവാൻ വലിയ മടിയൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നാരായണിയായി വന്നവന് നാരായണനാവാനും വലിയ പ്രയാസമില്ല. അതുകൊണ്ട് അങ്ങനെ രാമത്തിൽപ്പെടരുതെന്ന് വിചാരിച്ച് കംസൻ ഈ കുഞ്ഞിനെ വാങ്ങി യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ നിലത്തെ കാലിൽ നീക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് വഴുതി നേരെ മുകളിലേക്ക് ഉയർന്ന അഷ്ടഭുജ സ്വരൂപത്തോടു കൂടി ഒരു ദേവതയായി കാർത്യായനി ദേവി, ആ ദേവിയാണ് പിന്നീട് ഗോപികമാരെ പൂജിക്കുന്ന ദേവിയായി വരുന്നത്. കൃഷ്ണ സഹോദരിയായി എന്ന സ്ഥാനമാണ് ആ ദേവിക്കുന്നത്. ആ കാർത്യായനി ദേവിയായി നിന്നു. ആ ദേവി കംസൻ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹേ കംസ, നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? നമ്മൾ പിന്നെ അത് കുറച്ചുകൂടി ചമക്കാരമൊക്കെ വെച്ച് പരാക്രമ സ്ത്രീകളോട് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കൊല്ലുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ പരാക്രമ സ്ത്രീകളോട് തന്നെയാണ് വേണ്ടത്. കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഏറെക്കുറെ അല്ലേ, മൊത്തത്തിലാണ് ഞാൻ പറഞ്ഞില്ല, ഏറെക്കുറെ. ഇപ്പൊ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരാട്ടുകാവ് ഭഗവാനിലേക്ക് ധർമ്മശാസ്താവിന്റെ ശബരിമല ആചാരത്തെ വരെ തകർക്കാൻ പോയതാരാ? അല്ലേ? ഈ കൊല രാത്രി കെട്ടി പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നവർക്ക്. അപ്പൊ സ്ത്രീകൾ മോശക്കാരെന്ന് പറയാൻ പറ്റുമോ? പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് എല്ലാവരും മോശക്കാരൻ. ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് എന്താ പറയുന്നത്, ഇവിടെ വരാത്തവരെ കുറിച്ചാണ്. ഞാൻ പോകുന്നത് വരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണക്കൂട്ടിക്കോണം. ഇവിടെ വരാത്തവരെ കുറിച്ചില്ല, വന്നവരെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായത്? 2 ദിവസം കൂടി ഉണ്ട്, പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകണമല്ലോ. കംസന് മാത്രമല്ല എല്ലാവരുടെയും ജീവിതത്തിൽ എഴുതിയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ അപ്രകാരം ഒരു ശരീരവാക്യം കൂടി കേട്ടു. ഇതോടുകൂടി കംസന്റെ മരണഭയം എന്തായി മാറി? ഒന്നുകൂടി വർദ്ധിച്ചു. ഇവിടെ കംസനെ ഈ മരണഭയമാകുന്ന അല്ലേ ഒരു വലിയ വേട്ടയാടലിലൂടെയാണ് കംസനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ നിലയിൽ കൂടി പറഞ്ഞു, ആ ദേവത മറഞ്ഞു.